വീടിന്റെ ഒരു അവസ്ഥ. എന്ത് ചെയ്യേ, നെഞ്ചിലാണെങ്കിൽ പൂച്ച മാന്തി പോലെ 3 പാട്. അവിടെ മാത്രം പുറകിലുണ്ട്. അപ്പം തിരിഞ്ഞടക്കാൻ പറ്റില്ല, കവിഞ്ഞ് നടക്കാനും പറ്റൂല. ഇപ്പൊ എങ്ങനെ നടക്കണ്? ചരിഞ്ഞടക്കണം. അതാ വലിയ മതില്. ഗ്യാറ്റാണെങ്കിലാ ഉഗ്രം ഗ്യാറ്റ്. ഇതൊക്കെ പൊളിച്ച് ചാടിയാണ് അമ്മ ആ വീട്ടിൽ നിന്ന് മോട്ടിച്ചത്. ഇത് ചെറുതല്ലേ? ഈ കണ്ട ഇത് മതിരി കണ്ട, ഈ മതിരി ഗ്യാറ്റും കണ്ട. ഇവിടെ ആ സമയം ചാടി വരാം. പക്ഷെ എന്ത് ചെയ്യുന്നാല്, എന്ത് പറ്റാൻ? ഇനിയിപ്പോ ആ ഹൗസ് ഓണർ പറഞ്ഞിട്ടേ വലിയ മതിലും കെട്ടി വലിയ ഗ്യാറ്റ് വിടാൻ പറയണം. അതെന്തിനാ? കള്ളന്മാര് ശല്യമൊന്ന് പൂർവ്വസംഘം വലിയ ഗേറ്റ് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് തൽക്കാലം പോലീസ് പറഞ്ഞ പോലെ പിള്ളേരുടെ കരച്ചിലോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബ്ദമോ ടാപ്പ് തുറന്നിട്ട ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ പുറത്തിറങ്ങാതെ നേരെ പോലീസിനെ അറിയിക്കാം. അതല്ലേ നല്ലത്. എന്തരാണ് കള്ളന്മാരെ കുറിച്ചുള്ള ചർച്ചയാണോ? പിന്നെ അല്ലാതെ വേറെ എന്തോന്ന്? അങ്ങനാണെങ്കില് പോലീസ് കള്ളന്മാരെ പിടിക്കിട്ട് നമുക്കൊരു പ്ലാൻ ഇട്ടാലേ? ഇട ഈ പ്ലാനൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ആ പ്രസിഡന്റ് പറയുന്നത് അറിയാമോ? നിയമം കയ്യിലെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അയാൾ 2 കൈ ഓടിച്ച് വീട്ടിൽ കിടക്കും. ചേട്ടാ നമുക്ക് എല്ലാവരും കൂടെ പിടിച്ചാലാ? എന്താ പറയാ? പിന്നെ അവര് ജംഗ്ഷനിൽ വന്ന് നിൽക്കാണല്ലോ എന്നെ പിടിച്ചോന്നും പറഞ്ഞിട്ട്. അങ്ങനല്ല അതല്ലേ പറഞ്ഞ എന്റെ ഒരു ഐഡിയ ഉണ്ടെന്ന്. നിന്റെ ഐഡിയ അച്ഛാ, നമ്മള് 3 പേരും കൂടെ ആലോചിച്ച് ഉണ്ടാക്കിയൊരു പ്ലാനാണ്. പറയടാ, പേടിക്കാതെ പറയടാ. പറയാം. സിമ്പിൾ പ്ലാനാണ്. ഈ ഗേറ്റ് നമ്മൾ കള്ളന്മാർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്നു. ബാക്കിയുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. തുറന്നിട്ടിട്ട് എന്തിന്? തുറന്നിട്ടിട്ട് എന്ത്? ആ തുറന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നാ നമുക്ക് കള്ളനെ പിടിക്കാം. നമ്മളുണ്ട് കേട്ടോ കൂടെ, നമ്മളുണ്ട് കൂടെ. കൂടെ ഒക്കെ നിന്നോ, ശരിക്കും ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണിത്. ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു, ഇനി അവന്മാര് ഒരു വീട്ടിലും കയറൂല. അതായത് അവസാനത്തെ വീട് കയറുന്നത് ഇതായി. ഇവിടെ കയറിയിട്ട് ഇവിടെ ആൾക്കാർ ഞാൻ പിന്നെ പറയാം. നീ ഒരു കാര്യം ചെയ്യും, ഒരു 2 ദിവസത്തേക്ക് പാലും പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വാ. എന്ത് ട്രിപ്പ് വല്ലതും പോണ? ട്രിപ്പൊന്നും പോണില്ല. ട്രിപ്പ് പോയതുപോലെ പുറം ലോകം അറിയാവും. അതിനൊരു വഴിയുണ്ട്. ഒക്കെ എല്ലാവരും പോയി അകത്ത് പോയി. നിങ്ങൾ പോ, ഞാൻ വരാം. മാമോയ് മുമ്പാ കടയിൽ പോവാ, സാധനം മേടിച്ചിട്ട്. പോയിട്ട് വരി. ആലോചിക്കാം. ആലോചിക്കണം. ആലോചിക്കട്ടെ. ഹലോ, എന്താ പരിപാടി? പരിപാടി ഉണ്ട്. അതെ, സ്വർണം നമ്മളെ വീട്ടിലുണ്ട്. നമുക്ക് ഒരുപാട് വാതിലും ഉണ്ട്. നമ്മളല്ലാതെ പൂട്ടിയിടും. അല്ലെങ്കിൽ എന്തിനാ പൂട്ടിയിടുന്നത്? വേണമെങ്കിൽ വന്നെടുത്തോണ്ട് പോട്ട്. ധൈര്യമുള്ളവരകത്ത് വരട്ടെ. അന്ന് അവരൊറ്റ അല്ല പറഞ്ഞില്ല, പുറത്തു പോവില്ല. സ്വർണ്ണോ? ഏത് സ്വർണം? ഇങ്ങനെ ഉറച്ച് പറയുമ്പോ ഇവിടെ എല്ലാ കള്ളന്മാരും ഇങ്ങനെ വേഷം മാറി ഇങ്ങനെ നടക്കണുണ്ട്. ആരെങ്കിലും അകത്ത് വന്നാ പിന്നെ അവന്മാര് പുറത്തിറങ്ങും. അവസാനം കയറണ വീടുതായി. നിനക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാ? ഇതൊക്കെ നടക്കോ? ആകാശത്തൂടെ പോണ വള്ളി ഏണി വെച്ച് പിടിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബാലു മനസ്സിൽ കാണാതെ ഒന്നും തീരുമാനിക്കൂല. നിങ്ങൾ എന്തോ മനസ്സിൽ പിന്നെ ആലോചിച്ച് കൂട്ടണമെന്ന് മനസ്സിലായി. അതെന്താണെന്നാണ് പിടികിട്ടാത്തത്. എന്നെ പറ്റി ആൾക്കാര് നല്ല അഭിപ്രായം പറഞ്ഞത് നിനക്ക് പിടിക്കുന്നില്ല. നല്ല അഭിപ്രായം പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ പോയി കുഴിച്ചാട് ചെയ്തത്.